അങ്ങേര് ചെയ്യണതിന് മേളില് ചെയ്യണത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തോ. ഫാസിലിക്കാന്ന് പറഞ്ഞ ആള് അഭിനയിച്ച് കാണിച്ചു തരും. ജോഷിയേട്ടൻ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യടാ എടാ അതല്ലടാ മറ്റേത് ഇങ്ങനെയല്ല അങ്ങനെ പറയുള്ളൂ. പുള്ളിയുടെ കുറ്റമാണെങ്കിലും പുള്ളി അവരെ കുറ്റം പറയും. അവൻ വന്നത് ശരിയല്ലെന്നുള്ളൂ. പുള്ളി അവനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടായിരിക്കും പോണത്. ഗണേഷ് നല്ല സ്കില്ലുള്ള ഡ്രൈവറാണ്. ഭൂമിയിലെ രാജക്കന്മാരുടെ ടൈമിൽ അത് 87 ഒക്കെ ആയിരിക്കും. അന്ന് എനിക്ക് തോന്നുന്നു ബെൻസ് കാർ ലൊക്കേഷനിൽ കൊണ്ടുവന്നത് ഗണേഷ്. അന്ന് എല്ലാവരും ഓടിച്ചു നോക്കി. എല്ലാവരും അല്ല, തമ്പി കണ്ണദാനം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ ഞാൻ ബെൻസ് ഒക്കെ കാണുന്നത്. ഗണേഷ് ഒന്നും അങ്ങനെ ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യൊന്നുമില്ല. അവർക്ക് അത് ഓക്കെ ആണോ, അത് ലീഗൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, ലീഗലാണെങ്കിൽ അവർ അപ്പൊ തന്നെ അതിനുള്ള പരിപാടി ചെയ്യും. ഈ ബൈജു സന്തോഷല്ലേ, അദ്ദേഹമായിട്ട് അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ട. അവരും ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, വൈഫിന്റെ. അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. രണ്ടുപേരും പോയി ചെയ്തിട്ട് ഞാൻ പറയും നമുക്ക് നല്ലൊരു പെണ്ണെ കെട്ടണ്ടേ. അപ്പൊ എന്താ പറയും? പുള്ളി അതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ചിരിക്കും. അശോകൻ എനിക്ക് തോന്നിയേക്കണത് ഒരു പാവം പിടിച്ച മനുഷ്യൻ. ആരെയും പറ്റി മോശം പറയൂല, ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കില്ല. സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ രസമാണ്. പാട്ടും തമാശയും. എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊരു സ്കൂളിലായിരുന്നു അവരുടെ നാട്ടില്. ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ മമ്മൂക്ക അവിടെ നിന്നിട്ട് വിളിക്കണം, എനിക്ക് അവിടെ ചെന്നൈയിലാന്നറിയാം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ വീട് തുടച്ചിട്ടുണ്ടായിരുന്നു, സ്ലിപ്പായത് വീണ. അതാണല്ലേ, ഇവിടെ കംപ്ലീറ്റ് ന്യൂസ് വേറെയാ. അവിടെ എന്താ ന്യൂസ്? നിന്റെ ഭാര്യ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിന്നെ തട്ടി താഴെയിട്ടോന്നാണ് ഞാൻ കേട്ടത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. എന്താ ശരിക്കും ഇതിന്റെ ഈ ഗ്ലിറ്റും ഗ്ലാമറും ഒന്നും മോഹിപ്പിക്കാതെ ശരിക്കും ഈ പ്രസിദ്ധി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർ വരുമ്പോൾ കുറെ ആള് കൂടുന്നു, അങ്ങനത്തെ ഒരു കയ്യടികൾ, ഫോട്ടോഗ്രാഫറിന്റെ ക്ലിക്ക്, അതൊന്നും മോഹിപ്പിക്കാത്തത് എന്താ? ഞങ്ങള് പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാനൊരു സ്റ്റില്ലിനൊന്നും നിന്ന് കൊടുക്കാറില്ല. അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പൊതുവെ എനിക്കൊരു, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അസീം എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് നടക്കാറ്. മിക്കവാറും കൂടുതൽ ഈ റെസ്റ്റോറൻറ്റ്സ് ഇപ്പം. അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുക്കട്ടെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ മടി കാണിക്കും. അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്യരുത്, അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, എന്താ കുഴപ്പം? പിന്നെ മനസ്സ് മാറി, പിന്നെ ആര് ചോദിച്ചാലും കൂടുതൽ ഫോട്ടോ എടുക്കാറ്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മളൊന്നും അത്ര പോപ്പുലർ അല്ല, പിന്നെ നമ്മുടെ കൂടെ എന്തിനാണ് ഫോട്ടോ എടുക്കണത് അങ്ങനെ വിചാരിക്കും. ചിലർക്ക് നമ്മുടെ ഇഷ്ടം ഉണ്ടാവും, ചില റോളൊക്കെ കണ്ടിട്ട് അതുണ്ടായിരിക്കും. ഇപ്പം ഞാനേ ഒരു ദിവസം ആലുവയിൽ മെട്രോയിലേക്ക് പോവാണ്, മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അതിനെൻ്റെ, കാരണം എൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ആളുകളുണ്ട്, പക്ഷെ എനിക്ക് കാണാം സാർ ഇരിക്കുന്നത് ഒരു പെട്ടിയൊക്കെ ആയിട്ട്. എയർപോർട്ടിലേക്ക് പോകുന്നു ആണല്ലേ. അപ്പോൾ കൂടുതൽ സാറിൻ്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, ഒരു 10-25 വയസ്സുള്ള. അപ്പം അവര് വന്നിട്ട് സാറിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ആക്ടർ അല്ലേ, അപ്പഹാജയല്ലേ, ടു ഹരിയറിനുള്ള പോലീസുകാരനല്ലേ, അതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാർ ഇങ്ങനെ കാര്യമായിട്ട് അവർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഞാൻ ഇന്ന പടത്തിലായിരുന്നു, ഇന്ന കാലത്തിലായിരുന്നു, ഇപ്പം ഞാൻ പടങ്ങൾ ചെയ്യുന്നില്ല, ഇപ്പം ഗ്യാപ്പ് വന്നു, പിന്നെ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇപ്പം അഭിമുഖത്തിലൊക്കെ ഉള്ള പോലെ ആ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്താണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നില്ല, ഇപ്പം ബിസിനസ് ചെയ്യാണ്. സാധാരണ ആക്ടേഴ്സ് ഒന്നും ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. അല്ല, അവര് പബ്ലിക്കിന് മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഞാൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് മാർക്കറ്റിൽ പോയി കോഴി വാങ്ങിച്ച്, പച്ചക്കറി വാങ്ങിച്ച്, ഇപ്പോഴും പച്ചക്കറിയും കോഴിയും പ്രൊവിഷനൊക്കെ ഞാൻ തന്നെ പോകണം. ചാലയിൽ പോവും, പാളയത്ത് പോവും, എറണാകുളത്താണെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ പോവും. അപ്പം നമുക്കിത്, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് കോഴി തന്നെ ആള്, നീ മീൻ തന്നെ ആള്, എനിക്ക് മട്ടൻ തന്നെ ആള്. ഇതാണ് നമുക്ക് ഇവരൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ഇവര് നമ്മൾ പോകുമ്പം നല്ലത് നോക്കി തരും. അത് നമ്മൾ ഡെയിലി ഇവരായിട്ടാണല്ലോ കൂടുതൽ പച്ചക്കറി വാങ്ങിക്കണ കടയിലാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ കടയിലെ സ്റ്റാഫ് ആണെങ്കിലും നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഡെയിലി കാണുന്നത് അവരാ. അപ്പൊ അവരോടാണ് കൂടുതൽ ഞാൻ മിങ്കിൾ ചെയ്യാറ്. മറ്റവരൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ കാണുള്ളൂ. ഈ സാധാരണക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും സിനിമയിൽ, അതായത് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ ചെയ്യുന്ന റോളുകൾ കറക്റ്റ് ആണ്, നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചിലവര് സിനിമ കണ്ടിട്ട് പറയും ആ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഫാമിലിയിലുള്ളവരൊന്നും നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യണോണ്ട് അവർ വന്നിട്ട് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്തോ അതായിരിക്കും അവർ വന്ന് കൂടുതൽ പറയണേ. അവര് നമ്മളെ വേറൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷെ ആൾക്കാർ ആ കഥാപാത്രത്തിനെ മാത്രമേ കാണാറുള്ളൂ. നമ്മുടെ ഫാമിലിയിലുള്ളവർ
ഇതെന്റെ ബ്രദർ, ഇതെന്റെ അങ്ങനെയല്ലേ, അങ്ങനെ അത് കുറച്ചും കൂടെ വിമർശിക്കും. കരിയർ ബെസ്റ്റ് എന്ന് ആളുകൾ പറയുന്നത് മഹായാനാണോ പലപ്പോഴും? ഹരിഹർ നഗറാണ് എല്ലാരും പറയണത്. ഹരിഹരാണ് പോപ്പുലർ. പക്ഷെ പെർഫോമൻസ് എല്ലാവർക്കും അങ്ങനെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറയണത് മഹായാനമാണ്. പിന്നെ സംഘത്തില് ത്രൂ ഔട്ട് കോട്ടയം കുഞ്ഞച്ചൻ അതൊക്കെ പറയാറുണ്ട്. പിന്നെ കിങ്ങിൽ ഒരു സീനേ ഉള്ളൂ, ഓപ്പണിംഗ് സീൻ. അത് ഷാജി കൈലാസിന്റെ ഞാൻ 2-3 പടങ്ങൾ ചെയ്തിട്ടാ. ന്യൂസ് ആദ്യം ചെയ്തു, അത് കഴിഞ്ഞ് കിങ് ഉണ്ടായിരുന്നു, തലസ്ഥാനത്തിലൊരു പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സീനാണ്. തലസ്ഥാനം ചെയ്തു, മഹാത്മ ചെയ്തു, രാജസേനന്റെ കൂടെ വാർദ്ധക്യ പുരാണം ചെയ്തു, അനിയൻ ബാവ ചേട്ടൻ ബാവ ചെയ്തു, ശ്രീകൃഷ്ണപുത്ര നക്ഷത്ര തിലകം ചെയ്തു. ഈ അനുഭവ ചട്ടപ്പാവ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? സാറിന്റെ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയല്ലേ ചെയ്തത്? എന്റെ പ്രൊഡക്ഷൻ അളിയന്മാരൊക്കെ കൂടെ. എന്നിട്ട് പക്ഷെ അതില് ഇടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു ഏറെക്കുറെ ഒരു ഗുണ്ട, വേറെ എനിക്ക് പറ്റിയ റോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ കാർക്കശ്യം കാണിക്കാം എനിക്ക് കുറച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലേ? ഞാൻ അവിടെ ആർട്ടിസ്റ്റ് നമ്മളൊക്കെ ടൈം തരും, അവിടെ പോയി ഇരിക്കും, അഭിനയിച്ചിട്ട് വരും എന്നല്ലാതെ പ്രൊഡ്യൂസർ ആ സെക്ഷൻ നമ്മൾ അതിനൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവർ നോക്കിക്കോളും. നമ്മളൊന്നും അതിൽ ഇടപെട്ടാൽ ശരിയാവില്ല. അത് ബാക്കിയുള്ള ആർട്ടിസ്റ്റിന് അത് ബുദ്ധിമുട്ടാവും. രാജസേന നമ്മൾ 2 പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ രാജസേനന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് 7 മണി 7:30 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കും. ഒരു സീൻ കഴിഞ്ഞിട്ട് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. പുള്ളി ഒരു 30 ദിവസം ഷൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ദിവസം കൊണ്ട് പടം തീർക്കും. പുള്ളി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അയാളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരാളാണ്. കാരണം പ്രൊഡ്യൂസറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. ഒരുപാട് ഹിറ്റ് പടങ്ങൾ എഴുതിയിട്ടില്ലല്ലേ? എത്ര ഹിറ്റുകൾ, മേലപ്പറമ്പൊക്കെ മലയാള സിനിമയെ മാർക്ക് ചെയ്തിട്ടുള്ള സിനിമയല്ലേ, ഗംഭീര സിനിമയല്ലേ. ഈ പുതിയ കാലത്തെ സിനിമകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കാലത്തെ മലയാള സിനിമ മാറി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ലോക വരുന്നുണ്ട്, അല്ലെങ്കിൽ പടക്കളം പോലത്തെ സിനിമകൾ, എക്കോ പോലത്തെ സിനിമകള്, കുമ്പളേക്ക് നൈറ്റ്സ്, ഇതൊക്കെ കാണുമ്പോ ഇതെല്ലാം എന്റെ ഫേവറേറ്റ് പടങ്ങളാണ്. ഇപ്പൊ അതിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ട്, എനിക്ക് സാധ്യതയുണ്ട് ഒരു നടൻ എന്നുള്ള രീതി, അങ്ങനെ കോൺഫിഡൻസ് തോന്നാറോ? അങ്ങനെ ഇല്ലേ? ഞാൻ ചിന്തിക്കാറില്ല. നമുക്ക് വരേണ്ടത് നമുക്ക് വരും. പിന്നെ അതിന് മെനക്കെടണോട്ടോ, അല്ലെങ്കിൽ ഒന്നും വരുമൊന്നുമില്ല. അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി മീറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ച് അങ്ങനെ റോളുണ്ടോ ആ സമയമാകുമ്പോൾ നമ്മളൊന്നും കൂടെ വിളിച്ച് അങ്ങനെയൊക്കെ തന്നെ റോള് കിട്ടൂല. അത് വെറുതെ നമ്മൾ വീട്ടിലിരുന്ന നിന്നെ അഭിനയിപ്പിക്കാന്നൊന്നും പറഞ്ഞാൽ ആരും വിളിക്കൂല. അതൊരു നെറ്റ്വർക്കിംഗ് കോണ്ടാക്റ്റും ബിൽഡിംഗ് ഒക്കെ വേണമല്ലോ. പിന്നെ വേണം, അല്ല അതിന് മെനക്കെടണം, വിളിക്കണം, അവരുടെ നമ്പർ തപ്പിയെടുത്ത് ഡയറക്ടറിനെ വിളിക്കണം, പ്രൊഡ്യൂസറിനെ വിളിക്കണം. അതിന്റെ പുറകെ നമുക്ക് അതൊന്നും സിനിമയൊന്നും കിട്ടുമൊന്നുമില്ല. കാരണം അങ്ങനെ വിളിക്കുന്നവരുണ്ടാവില്ല. അപ്പൊ അവരെയല്ലേ കൂടുതൽ ഓർക്കുള്ളൂ. അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, അവനൊരു വേഷം കൊടുക്കണം, അങ്ങനെയാണ്. നമ്മളെന്നോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഓർക്കണമെന്നില്ലല്ലോ, ആരെ പുറകെ നിൽക്കണം. അങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചു. ഡെന്നിസ് ജോസഫൊക്കെ ഉള്ളപ്പം നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. ഡെന്നിസ് ജോസഫ്, ജോഷിയേട്ടനൊക്കെ ഇങ്ങോട്ട് വിളിക്കും. ജോഷി സാർ പക്ഷെ ഇപ്പോഴും സിനിമ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ പുള്ളി ഭയങ്കര ടെക്നീഷ്യൻ അല്ലേ? എനിക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഡിജിറ്റൽ മീഡിയയുടെ ഒക്കെ വരവോട് കൂടിയിട്ടേ പുള്ളി സംസാരിക്കാതെ, അതായത് മീഡിയ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നില്ല. അതെ, പുള്ളി എന്നെ പോലെയാണ്. ഇപ്പോഴൊക്കെ പിന്നെയും ഫംഗ്ഷനൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും. മറ്റേത് അതുപോലും സ്റ്റേജിലോട്ട് കയറൂല, ആവശ്യമില്ല ഇന്റർവ്യൂ കൊടുക്കൂല, ഒന്നിനും സമ്മതിക്കൂല. മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഗർജിക്കുന്ന സിംഹം ഇമേജിലാണ് നമുക്ക് മനസ്സിലായിട്ട് സമയം മാത്രം. അല്ലാതെ പുള്ളി ഭയങ്കര ഭാവമല്ലേ. അല്ല, ഞാൻ അഭിനയിക്കപ്പെടുന്ന ഷൂട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് അവസാനമൊക്കെയാണ്. എനിക്ക് ഒരു പ്രായത്തിന് വ്യത്യാസം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ സിനിമ മനുഷ്യരായിരുന്നല്ലേ. പിന്നെ പുള്ളി വർക്ക് ചെയ്യണ സമയത്ത് പുള്ളി കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പുള്ളി ഷോർട്സ് ഒക്കെ വെക്കണം, അങ്ങനെയാണ്. അപ്പൊ പുള്ളിയുടെ ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം. ക്യാമറയും ആർട്ടിസ്റ്റും തമ്മിൽ സിങ്ക് ആവണം. ഫാസിലിക്കാന്ന് പറഞ്ഞ ആള് അഭിനയിച്ച് കാണിച്ചു തരും. ജോഷിയേട്ടൻ അങ്ങനെയല്ല, ഇങ്ങനെ അതല്ലടാ മറ്റേത്, ഇങ്ങനെയല്ല, അങ്ങനെ പറയുള്ളൂ. ഒരേ ഡയറക്ടേഴ്സ് ഒരേ രീതിയാ അഭിനയിച്ച് കാണിച്ചു തന്നവരുണ്ട്. അതില് രക്ഷയില്ലാത്തത് ഫാസിലിക്കാണ്. ഉഗ്രൻ ആക്ടർ. അദ്ദേഹം ചെയ്യുന്നതിന്റെ പകുതി ചെയ്താൽ മോഡുലേഷൻസും പിന്നെ പുള്ളി തന്നെ എഴുതണോണ്ട് പുള്ളിയുടെ ഭാഷയുണ്ടല്ലോ. ഇതൊന്നും കണ്ണേട്ടനിലൊക്കെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ, മുത്ത് ഡയലോഗ്സ് ആണ്. അദ്ദേഹം തന്നെ ഈ പ്രേമൊക്കെ അഭിനയിച്ച് കാണിച്ചു തരുമല്ലേ? എല്ലാ സീനും കാണിച്ചു തരും. എല്ലാ ആർട്ടിസ്റ്റുകളും പറയുമല്ലോ അത്. എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ആക്ടറായിട്ടൊക്കെ പിന്നെ നമ്മൾ കണ്ട എമ്പുരാനിലും
ലൂസിഫറിലൊക്കെയാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രൈം സമയത്ത് നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങേര് ചെയ്യണതിന് മേളില് ചെയ്യണത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഈ ഇപ്പൊ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്തേ ഇത് ഇപ്പൊ ഇദ്ദേഹം ഇത് ഷോട്ടിന് വേണ്ടി ചെയ്തതാണോ അതോ ഇത് കാഷ്വൽ ആയിട്ട് ചെയ്യാണോ, അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്ന ആളുകൾ. എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ ഞങ്ങള് പുറത്ത് തമാശയുടെ ആളാണല്ലോ. ആ എനിക്ക് പുറത്ത് നമ്മളിങ്ങനെ വന്നിട്ട് പിന്നെ ഷോട്ട് വെക്കുമ്പോഴും വന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയെ ക്യാമറയിൽ നമ്മൾ നേരിട്ട് സംസാരിക്കണ പോലെയല്ല പുള്ളി സ്ക്രീനിൽ കാണുമ്പോൾ. ആ അപ്പോൾ ഞാൻ എന്തോ ഡയലോഗാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് എന്തോ കാര്യം പറഞ്ഞാന്ന് വിചാരിച്ചു. ആ പക്ഷെ അത് ഭയങ്കര നാച്ചുറലായിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന പോലെ തന്നെ വന്നിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞാണ്. ആ ആക്ടിങ് ആന്നുള്ളൊരു ഫീല് വരൂല. അങ്ങനത്തെ ഡയലോഗായിരുന്നു അത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തത് ഞാൻ പുള്ളി എൻ്റെ അടുത്ത് എന്തോ കാര്യം പറഞ്ഞാന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ഇത്തിരി ഒരു കുസൃതിക്കാരനായ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ അടുപ്പമുള്ള ആളുകൾ പറയാറുണ്ട്. എന്തൊക്കെ തമാശകളാ ഒപ്പിക്കുന്നത്? അല്ല, അത് ഇവരിലെല്ലാവരിലും ഉണ്ട്. ലാലേട്ടനിലുണ്ട്, മുകേഷിലുണ്ട്, ജയറാമിലുണ്ട്, സിദ്ദീഖിലും ജഗദീഷിലും ഒക്കെ ഉണ്ട് ആ ഒരു കുസൃതി. ഈ ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു കുസൃതി ഉണ്ടാവുമല്ലോ, ആ ആ ആ അത് ലാലേട്ടനുണ്ട്. ഈ ഇപ്പൊ ജഗദീഷ് പക്ഷെ മമ്മൂക്കയും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. ആ അയ്യോ, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. ഓക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് പറയും നമുക്ക്. അത് കഴിയുമ്പോഴേ നമ്മൾ ചിരിക്കുള്ളൂ. പുള്ളി ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. ഓർമ്മയിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും അടിച്ച അങ്ങനെ സാധനം? പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ആ അതിപ്പോ ഇവരാരുടെയും കാര്യങ്ങൾ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ആ ആ ആ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ മമ്മൂക്കയുടെ കൂടെ. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ പുള്ളി വിളിക്കും, ഇവിടെ കയറ എന്ന് പറയും. ആ, അങ്ങനെ ട്രാവൽ ചെയ്ത് പിന്നെ പൊള്ളാച്ചിയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് പിന്നെ പിന്നെ പറഞ്ഞിട്ട് ആ, കാര്യമില്ല. ആ. അല്ല ഞാനല്ല ചോദിക്കുന്നത്, പുള്ളി ഡ്രൈവ് ചെയ്യുകയും ഇപ്പുറത്തിരിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുക. പിന്നെ എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. അല്ല ഈ റോങ് സൈഡ് വരുന്നവർ അല്ലെ ട്രാഫിക് പുള്ളി അവരെ കുറ്റം പറയുള്ളൂ. പുള്ളിയുടെ കുറ്റമാണെങ്കിലും പുള്ളി അവരെ കുറ്റം പറയുള്ളൂ. അവൻ വന്നത് ശരിയല്ലെന്നുള്ളൂ. പുള്ളി അവനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടായിരിക്കും പോണത്, പക്ഷെ അവന് എന്തെങ്കിലും പറഞ്ഞു. നല്ല ചീത്തയും പറയൂലേ റോങ് സൈഡ് ഒക്കെ വരുന്ന ആളുകളെ? അങ്ങനെ അല്ല, റോങ് സൈഡ് പുള്ളിയായിരിക്കും വന്നത് കൂടുതൽ. എന്നിട്ട് പുള്ളി അവരെ കുറ്റം പറയും. ശരിക്കും അത്രയും സ്പീഡിൽ തന്നെയാണോ ഓടിക്കുന്നത്? ഭയങ്കര ഫാസ്റ്റ്, ആ നല്ല ഫാസ്റ്റ്, പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡിലൊക്കെ പുള്ളി പോയി കളയും ചില സമയത്ത്. മറ്റേ 100, 140 അങ്ങനെയാണോ? എല്ലാം പോവും. സ്കില്ല് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഗണേഷ് നല്ല സ്കില്ലുള്ള ഡ്രൈവറാ. അദ്ദേഹം രാജക്കന്മാരുടെ ടൈമില് അത് 87 ഒക്കെ ആയിരിക്കും. ആ അന്ന് എനിക്ക് തോന്നുന്നു ബെൻസ് കാർ ലൊക്കേഷനിൽ കൊണ്ടുവന്നത് ഗണേഷ്. അന്ന് എല്ലാവരും ഓടിച്ചു നോക്കി. എല്ലാവരും അല്ല, മറ്റേ തമ്പി കണ്ണന്താനം അന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ ഞാൻ ബെൻസ് ഒക്കെ കാണുന്നത്. ഗണേഷ് നല്ല ഡ്രൈവ് ചെയ്യും. പരിചയക്കാരെ അടുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകൾ മന്ത്രിമാരായിട്ടൊക്കെ ഉണ്ടല്ലോ, അതൊരു സൗകര്യമാണല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് ഒരു ആശ്വാസം കണ്ടെത്താറുണ്ടോ? ഇപ്പോൾ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി, ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അങ്ങനെ എനിക്ക് ഉന്നതങ്ങളിൽ പിടിയുണ്ട്, അങ്ങനെ ആലോചിച്ച് സന്തോഷിക്കാറുണ്ടോ? അങ്ങനെയല്ല, ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ഒന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ജെനുവിനാണെന്ന് അല്ല, തോന്നുന്നു. പക്ഷെ ഗണേഷ് ഒന്നും അങ്ങനെ ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യൊന്നുമില്ല. ഔട്ട് ഓഫ് ദ വേ നല്ല ഔട്ട് ഓഫ് ദ വേ ആരും ചെയ്യില്ല. അതില് അവർക്ക് അത് ഓക്കെ ആണോ, അത് ലീഗൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, ലീഗൽ ആണെങ്കിൽ അവർ അപ്പം തന്നെ അതിനുള്ള പരിപാടി ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി അടുത്ത് ഒരു ഫ്രണ്ടിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരെ കൊണ്ട് കഴിയണം അവർ ചെയ്തു തരും. ഇപ്പൊ പുതിയ കാലത്തെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ഖാലിദ് റഹ്മാൻ, റഷീദ്, അമൽ നീരത്ത്, അങ്ങനെ ഇപ്പോഴത്തെ സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സ് ആയിട്ട് ഇനി ഒരു ബന്ധം സ്ഥാപിക്കാനും അവരായിട്ട് സിനിമകൾ ഉണ്ടാക്കാൻ അങ്ങനെ ശ്രമം. അങ്ങനെ എനിക്ക് അതെങ്ങനെയാന്ന് പോലും എനിക്ക് അറിയില്ല. അതെങ്ങനെയാണ് ശ്രമിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല. വിളിക്കണം, അവരൊക്കെ വിളിച്ചാലേ നമ്മളൊക്കെ ലൈവാണ് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും റോള് വന്നാൽ ചിലപ്പോൾ അവർ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമായിരിക്കും. വിളിക്കാതെ ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ. അങ്ങോട്ട് പിടിച്ചു നിൽക്കണം, എന്നാലേ കിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോഴാ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് ഈ അടുത്ത് ശ്രീ മോദിജിയുടെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ഒരു കുടുംബം മൊത്തം പോയി വിസിറ്റ് ചെയ്തത്. അത് കണ്ടിട്ട് കൃഷ്ണകുമാറിനെ വിളിച്ചോ? വിളിച്ചു. ഞാൻ പറഞ്ഞ തലേദിവസം ഞാൻ വിളിച്ചതാണ് കൃഷ്ണകുമാറിനെ. അപ്പൊ ഒന്നും പറഞ്ഞില്ല. വിളിച്ചു പറഞ്ഞു അത് നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നു പറഞ്ഞു. കൃഷ്ണകുമാർ ഇതേപോലെ തന്നെയാണ്, രാഷ്ട്രീയം കലക്കി കുടിച്ചു വെച്ചേക്കണ ഒരാളാ. നല്ല പൊളിറ്റിക്സ്. എന്തെങ്കിലും നമുക്ക് ഇതിനെ പറ്റി അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിച്ചുവിനെ വിളിക്കണം. കിച്ചു എന്താണ് സംഭവം, അവ അത് പറഞ്ഞു തരും. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോഴും സോഷ്യൽ വർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാ. പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ആളെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം.
ഓ ഓ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. ഈ ഭരണാധികാരിയായിട്ട് വന്നാൽ ശോഭിക്കും എന്ന് തോന്നിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് സെൻട്രലൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. എന്താന്ന് എനിക്കറിയില്ല. ഈ അദ്ദേഹത്തിന് ഇങ്ങനെ ട്രോൾ ചെയ്യുക, അദ്ദേഹത്തെ ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ വിമർശിക്കുക, അതൊക്കെ കാണുമ്പോ പോട്ടെ ഓക്കെ അല്ലേ അതൊക്കെ ശരിയാവും, അങ്ങനെ ഫോൺ വിളിച്ച് സമാധാനിപ്പിക്കുന്ന പരിപാടികൾ ഉണ്ടാവാറുണ്ടോ? ഈ മോശം ട്രോളുകൾ അല്ലെങ്കിൽ അതിന്റെ കമന്റ്സ് ഒന്നും ഞാൻ വായിക്കാറില്ല. ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ളത് ആരെ പറ്റിയും. ഓ ഓ ഓ ഒരു നെഗറ്റിവിറ്റി ഇഷ്ടമല്ല അല്ലേ? എന്തിനാണ് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്താണെങ്കിലും ആ. നല്ലത് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓ ഓ അല്ലാതെ ഒരാളെ പറ്റി മോശം പറയാൻ യൂസ് ചെയ്യണത്, നമ്മളത് വായിച്ച് അവനെന്തിനാ എന്റർടൈൻ ചെയ്യണേ, അത് ഒഴിവാക്കിയേക്കാം. അവരുടെ മനസ്സിൽ ചിലപ്പം ഇത് തന്നെ ആയിരിക്കും ചിന്ത, ഇവരെ കുറിച്ച് ഇങ്ങനെ പറയാനും പിടിക്കാൻ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക്. വെറുതെ ഇങ്ങനെ കുറെ എന്തെങ്കിലും പറയാൻ വെറുതെ ഒരു സോഷ്യൽ മീഡിയ ഒരു കാര്യം കണ്ട ഒരാളെ പറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല 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 ഇല്ല. അപ്പൊ പിന്നെ അത് ഒഴിവാക്കും. ഞാനത് നോക്കാറില്ല. പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും? പോസിറ്റീവായിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദൈവവിശ്വാസമായിരിക്കും അല്ലേ? അതല്ലേ ഒരു പ്രതീക്ഷ നമുക്ക്. ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ അതാണ്. അതെ. ഈ ഞാൻ കുറച്ച് കൂട്ടുകാരുടെ പേരുകൾ പറയാം. ഇവരായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചെറിഷ് ചെയ്യുന്നൊരു മൊമെന്റ് അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ പറയണേ. സിദ്ദിഖിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ രാജാക്കന്മാരിലാണ്. ഭൂമിയിലെ രാജാക്കന്മാരെയാണ് സുരേഷ് ഗോപിനെ ആണെങ്കിലൊക്കെ എനിക്കാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഗണേഷും ഭൂമിയിലെ രാജാക്കന്മാരാണ്. സംഘവും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഇടയ്ക്ക് തന്നെ ന്യൂഡൽഹിയൊക്കെ ചെയ്തത്. അത് ഞാൻ സിദ്ദിഖിന്റെ കല്യാണം, എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊരു സ്കൂളിലായിരുന്നു കല്യാണം അവരുടെ നാട്ടില്. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. ആണോ? അത് ഞാനത് കേട്ടിട്ടില്ല. ഞാനാണ് കല്യാണത്തിന് പോണേ. അത് കഴിഞ്ഞിട്ട് തമ്പി കണ്ണന്താനത്തിന്റെ വഴിയോര കാഴ്ചകൾ കൊടൈക്കനാൽ ഷൂട്ട് നടക്കണം. അപ്പൊ ഞാനും സിദ്ദിഖും കൂടെ കൊടൈക്കനാൽ പോവാ. അത് ഷൂട്ടിങ്ങിന് പോയതാണോ ഇനി സിദ്ദിഖും തമ്പി കണ്ണന്താനും ഭയങ്കര ക്ലോസ്, അങ്ങനെ പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബസ്സിലാണ് ഞങ്ങൾ പോണേ. പഴനി പോയി ഇറങ്ങി ഏതൊക്കെ ബസ്സൊക്കെ പിടിച്ച് പഴനിയിൽ നിന്ന് വേണം കൊടൈക്കനാൽ പോകാൻ. പഴനി ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി അടുത്ത ബസ് കയറാൻ ഞങ്ങൾ അകത്ത് കയറാം. അപ്പൊ ഞങ്ങൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഒരുത്തൻ ബുക്ക് എടുത്തിട്ട് പുറത്തുനിന്ന് എടുത്ത് ആ സീറ്റിലോട്ട് വെച്ചു. സീറ്റ് പിടിക്കാൻ ബാക്കി എല്ലാവരും ഉണ്ട്. ആ ഒരു സീറ്റ് മാത്രമേ കാലിയുള്ളൂ. അപ്പൊ സിദ്ദിഖ് കയറി എന്നിട്ട് പറഞ്ഞിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബുക്ക് എടുത്ത് വെച്ചേക്കണല്ലേ. അപ്പൊ പുള്ളി ആ ബുക്ക് എടുത്തിട്ട് മുകളിൽ ആ ലഗേജ് വെക്കണ സ്ഥലത്തോട്ട് എടുത്ത് വെച്ച്. നമ്മൾ അയാൾ വന്നാലാ ഇരിക്കണം എന്ന് പറഞ്ഞു. പുള്ളി അതിൽ കൂടെ കറങ്ങി വന്നിട്ട് എന്റെ ബുക്ക്, തന്റെ ബുക്ക് ഇതേ മുകളിൽ ഇരിക്കും. തമിഴനാ. അല്ല എന്റെ സീറ്റാണ്. തന്റെ ബുക്ക് അവിടെ ഇരിക്കണം, താൻ അവിടെ ഇരുന്നോളാം. അങ്ങനത്തെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കണ ഒരാളാ. എനിക്ക് എന്റെ ഒന്നാമത് തമിഴ്നാട്ടിൽ തമിഴന്റെ കൂടെയാണ്. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ജഗദീഷ് പുള്ളി ഈ സിനിമ കാണുന്ന ഒരു കൊമേഡിയൻ അല്ല. വളരെ ഭാര്യയാണെങ്കിലും മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്കിന്റെ ഹെഡായിരുന്നു. ഒരുപാട് റെസ്പെക്ട് കിട്ടുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ പരിചയപ്പെട്ടപ്പോ 2 ചെറിയ പിള്ളേർ, രമ്യ 2 ചെറിയ പിള്ളേരാ. രണ്ടുപേരും നല്ല വെൽ സെറ്റിൽഡ് ആണ്. ആ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവര് പോലും ഫ്രീ ആകുമ്പോൾ ഹാജാനെ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കും എന്നെ ഊണ് കഴിക്കാനൊക്കെ. ആദ്യം ഫ്രീ ആണോ, ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാം. അപ്പൊ അവരുടെ കൂടെയുള്ള ആ ഭക്ഷണം, ആ 3 പേരും ഒപ്പം ഇരുന്നുള്ള ഭക്ഷണം കഴിക്കല്, അവരും ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു വൈഫിന്റെ. അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. അവർ രണ്ടുപേരും പോയി. ചെയ്തിട്ട് ഞാൻ പറയും നമുക്ക് നല്ലൊരു പെണ്ണെ കെട്ടണ്ടേ. അപ്പൊ എന്താ പറയും? പുള്ളി അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ചിരിക്കും. ഭയങ്കര എനർജറ്റിക് അല്ലേ എപ്പോഴും, എല്ലാ സമയത്തും ചാടി നിൽക്കുള്ളൂ. ഈസി ആയിട്ട് വന്ന ആളൊന്നും അല്ല പുള്ളി. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളാ. ഇപ്പൊ പിന്നെയും ഭയങ്കര കത്തി നിൽക്കണല്ലോ, ഒന്നും ചിന്തിക്കാനല്ലോ. ഒരു ദിവസം പോലും വീട്ടിൽ വന്നിരിക്കാനുള്ള സമയമില്ല. ഓടുന്ന എല്ലാ പടത്തിലും ജഗദീഷ് ഏട്ടനുണ്ട്. മുകേഷ് ഏട്ടൻ ഒരു ഓർമ്മ പറയണേ. മുകേഷായിട്ട് ഈ സംഘം, ഞങ്ങൾ അന്നൊക്കെ റൂം ഷെയറിങ് അല്ലേ, ഒരു റൂമിലാണ് താമസം. കൊടൈക്കനാൽ പോകുമ്പോഴും ഞങ്ങൾ ജയ് ഭാരത് അങ്ങനെ എന്തായിരുന്നു ആ ഹോട്ടലിന്റെ പേര്. അപ്പൊ അങ്ങനെ മാസങ്ങളോളം ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ഒരടുപ്പമുണ്ട്. പിന്നെ അന്നൊക്കെ തോന്നുന്നു സരിതയായിട്ടുള്ള പ്രേമമൊക്കെ, സമയത്തിലൊക്കെ നല്ല പ്രേമം. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് എന്നെ വിളിച്ചോണ്ട് പോകും.
ഞാനും സരിതയും മുകേഷും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഞങ്ങൾ ഡബിങ്ങിന് പോയപ്പോൾ സരിതയുടെ വീട്ടിൽ പോയി, കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സരിതയുടെ വീട്ടിൽ പോയി സരിത നല്ല ബിരിയാണി വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റിയുള്ള കഥകൾ വെറുതെ ഉണ്ടാക്കും. ഞങ്ങൾ കൊടൈക്കനാൽ പോകുമ്പോൾ മാരുതിയുടെ ഫസ്റ്റ് ജപ്പാനിൽ നിന്ന് വന്ന വണ്ടിയാണല്ലോ അന്ന് ആദ്യം ഇറങ്ങിയ ചെറിയൊരു വണ്ടിയാണ് മാരുതി. അന്നൊക്കെ ഈ അംബാസഡറിന് ഫിയറ്റ് ഒക്കെ ഓടിച്ചിട്ട് നമ്മൾ ഈ മാരുതി കയറുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകുന്ന സ്റ്റിയറിംഗ് ആണെങ്കിലും സസ്പെൻഷനും AC ഒക്കെ ഭയങ്കര കൂളിങ്ങാ. ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ഈ ജംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ക്ലച്ച് ചവിട്ടുമല്ലോ, ഞാൻ പതുക്കെ ഗിയർ എടുത്ത് ന്യൂട്രലാക്കി വിടും. പുള്ളി ഫസ്റ്റിലിട്ട് വെച്ചേക്കണായിരിക്കും. പുള്ളി അപ്പോൾ ഫസ്റ്റ് എന്നുള്ള ഓർമ്മയിൽ ക്ലച്ച് ഈ സിഗ്നൽ കഴിയുമ്പോഴത്തേക്കും പുള്ളി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി നീങ്ങണില്ല. 2-3 പ്രാവശ്യം പുള്ളിയുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചു. 4ാമത്തെ പ്രാവശ്യം ഞാൻ കൈ കൊണ്ട് വന്നപ്പോഴേ കൈ കയറി പിടിച്ചു. അങ്ങനെ മുകേഷായിട്ട് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. അവിടെ കൊടൈക്കനാലിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു വ്യൂ പോയിന്റ്, അവിടെ ഈ സാധനം നോക്കാനായിട്ട് അവർ കാശ് ഇത്ര രൂപയെന്നുണ്ട്, എത്ര പൈസ 1 രൂപ അങ്ങനെ എന്താണ്ട്. പുള്ളി ഷൂട്ട് ചെയ്യണ ആ ഒരു എനിക്കാണ് ആ പാർവതിയുടെ പുറയില് ഓടണ ഒരു സീൻ, ഒരു കാക്കി ഷർട്ടും ഷോളൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ പോയിട്ട് ആ ടിക്കറ്റ് കീറുന്ന ആളുടെ അടുത്ത് പൈസ ഒന്നുമില്ല, എനിക്കിതൊന്ന് കാണണം സാർ, നമ്മ സ്റ്റുഡന്റ് സാർ, ഫ്രീ ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൂടെ അയാളായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനത്തെ കുറെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുക. അന്ന് പിന്നെ പ്രായവും ചെറുതല്ലേ. ഗണേഷ് കുമാറിന്റെ ഫാമിലി ആയിട്ട് നല്ല അടുപ്പമായിരുന്നു. സിസ്റ്റേഴ്സായിട്ടും അച്ഛൻ അമ്മ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം മോനെ ഞാൻ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തു വീട്ടിൽ നിന്ന്. അതിനെ പറ്റി ഞാൻ എന്നെ എപ്പോഴൊക്കെ കാണുമ്പോൾ ബാബയുടെ അടുത്ത് പറയും, എനിക്ക് മറ്റേ വെജിറ്റബിൾ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനമാണ്, ഒരു പ്രാവശ്യം എപ്പോഴോ കൊടുത്തതാണ്, പക്ഷേ അത് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട്. അതേമാതിരി എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പ്, ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് ബിസിനസ് ചെയ്യാൻ വരുമ്പം ഒരു ഇഷ്യൂ വെച്ചിട്ട് അത് ഞാൻ എറണാകുളത്ത് ഇവിടെ പണി നടക്കണമായിരുന്നു. എറണാകുളത്ത് ഞാൻ ഇരിക്കുമ്പം പറഞ്ഞത് കളക്ടർ വന്ന് സീൽ ചെയ്ത്, ഗണേഷിന്റെ അളിയനാണ് കളക്ടർ. അങ്ങനെ ഞാൻ ഓടി എറണാകുളത്ത് നിന്ന് വന്ന് അവിടെ പോയി കണ്ടു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലാണ് ശരിയെന്ന് കണ്ടപ്പം ഗണേഷിന്റെ അമ്മ തന്നെയാണ് അച്ഛൻ്റെ അടുത്തും അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അത് സീൽ ചെയ്തിരുന്ന കട അത് ഓപ്പൺ ചെയ്ത് തന്നെ എനിക്ക് വേണ്ടി. അങ്ങനെ അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെറിയ ഹെൽപ്പല്ല കേട്ടോ, വലിയ ഹെൽപ്പല്ലേ. അശോകൻ എനിക്ക് തോന്നിയേക്കണത് ഒരു പാവം പിടിച്ച മനുഷ്യൻ, ആരെയും പറ്റി മോശം പറയൂല, ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കൂല. പുള്ളിനെ ഇമാരൊക്കെ കൂടെ ഭ്രാന്താക്കും. പുള്ളി ചിരിക്കും, പുള്ളി നന്നായിട്ട് ചിരിക്കും, പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്യും. പാവമാണ്, ആരെയും പറ്റി മോശം പറയാത്തൊരു മനുഷ്യനാണ്. നന്നായിട്ട് പാടും. അത് ഇവരെല്ലാരും അതായിട്ട്, സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാ രസമാണ്. പാട്ടും തമാശയും രസമാണ്. മനോജ് ഞാനും ട്രിവാൻഡ്രത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് മനോജ് വരുമ്പം എൻ്റെ വീട്ടില് മനോജ് വന്ന് ഞങ്ങളൊന്നിച്ച് ഒരു ബെഡിൽ കുറെ നാള്, ഷൂട്ടിങ്ങിനല്ല, വീട്ടിൽ വരുമ്പോൾ നമ്മൾ കിടക്കുമായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പ് ഫസ്റ്റ് നമ്മൾ TV വന്ന സമയത്ത് വേൾഡ് കപ്പ് കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ ജൂബിലി ഫിലിംസിൽ ജിമ്മി ചാൻ, ഞാന്, മനോജ്, ജിമ്മി ചാൻ 3 പേരും കൂടെ വേൾഡ് കപ്പ് അന്ന് രാത്രി 1 മണിക്കൊക്കെയാണ്, 1 മണി 1:30 മണിക്കൊക്കെയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉറങ്ങാതൊക്കെ ഇരിക്കും. ഇത് ഉറങ്ങാറാകുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങിപ്പോവും. പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും ചാടി എണീറ്റിട്ടാണ് ഈ ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മറഡോണ എന്ന് കത്തി നിൽക്കുന്ന സമയമാണ്, ഫൈനലാ ഏതോ ഒരു കളിയിൽ വന്നപ്പോഴത്തേക്ക് മറഡോണ ഗോൾ അടിക്കണില്ല. അപ്പൊ ജിമ്മിച്ചായൻ പറഞ്ഞു, എടാ മറഡോണയെ ഒരു ഗോൾ അടിയിടാവേ. അത് മനോജ് ഇപ്പോഴും ജിമ്മിച്ചായനെ കാണുമ്പോ പറയും, എന്നെ കാണുമ്പോഴും പിന്നെ അത് പറയും ഡയലോഗ്. സന്തോഷല്ലേ അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ടാണ്. ഈ വൈബില് വരുന്നോണ്ട് ബൈജുയുടെ വീടിന്റെ മുകളില് 2 ഫ്ലോർ ഉണ്ടായിരുന്നു. അതില് മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ വാടക താമസിച്ചിട്ടുണ്ട്, ഞാനും വൈഫും. കല്യാണം കഴിഞ്ഞ ടൈമിൽ മൂത്ത മോനുള്ള സമയത്ത് എൻ്റെ മൂത്ത മോനെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് ബൈജുയുടെ അമ്മ. എൻ്റെ മൂത്ത മോനായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സഹായമായിരുന്നു ബൈജുയുടെ അമ്മ. അപ്പം ഞാൻ ഈ എപ്പോഴും എറണാകുളം പോകുമായിരുന്നു ഇവിടുന്ന്. ഈ കാറിൽ പോയി മടുത്ത് പിന്നെ ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പം കാറ് താഴെ ഇടും. അമ്മ എറണാകുളത്ത് ഞാൻ പോയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബൈജു വിളിച്ചടാ, നിന്റെ വണ്ടി എടുത്തപ്പോഴേ ചെറുതായിട്ടൊന്ന് മുട്ടി. ഞാൻ നമ്മുടെ
ടാജിലെ നാസറിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കേടെ കുഴപ്പമൊന്നുമില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം വന്നു. ക്ലബ്ബിൽ എന്തുണ്ട്, അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണ്, അവിടെ എപ്പോൾ കിട്ടും, 2 ദിവസം കഴിഞ്ഞ് വിട്ടുവിടാന്നൊക്കെ പറഞ്ഞു. ക്ലബ്ബിൽ പോയപ്പോൾ മണിയമ്പിള്ള രാജു എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ആ നമ്മുടെ വള്ളയമ്പലത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിന്റെ മുകളിലാ? അപ്പോൾ നമ്മുടെ ദിനേശ് പണിക്കറിന്റെ കടയുണ്ട് അവിടെ, വീഡിയോ ഷോപ്പ്. ആ ബിൽഡിങ്ങിൽ എന്താണ് ചെന്ന് ഇടിച്ച് മുകളിലോട്ട് കയറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാജുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ, എടാ ബൈജു ഇത് എവിടെയാണ് ഇടിച്ചത്? എടാ വണ്ടി പുറത്തോട്ട് ഇറക്കിയപ്പോൾ ആ ഗേറ്റിന്റെ ഇതിൽ. അതിന് കുഴപ്പമൊന്നുമില്ലടാ, അത് ഞാൻ അപ്പം തന്നെ ശരിയാക്കിയടാ. അതിനുശേഷമാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിലോട്ട് പോണത്. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇല്ല, മാരുതി 800 KL1333 എന്ന് പറഞ്ഞ നല്ല ഫാൻസി നമ്പറൊക്കെ ആയിട്ട് ഒരു വണ്ടിയായിരുന്നു, വണ്ടിയുടെ ഫ്രണ്ട് ഇല്ല. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ചിരി. അത് ഞാൻ ശരിയാക്കി തരാടാ, നീ അതിന് ഇൻഷുറൻസ് ഉണ്ട്, അത് കിട്ടിക്കോളൂ, അത് കുഴപ്പമില്ല. കെട്ടിടത്തിന്റെ മോളിൽ. മണിയമ്പിള്ള രാജുവാണ് അത് പറയണത് എൻ്റെ അടുത്ത് ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോ. ഇപ്പോഴും ഈ ട്രിവാൻഡ്രത്തും ഒക്കെ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള കൂട്ടുകാരൊക്കെ ഇല്ലേ, അതൊക്കെ കൂടാൻ വേണ്ടിട്ട് കൊച്ചിയിലെ കൂട്ടുകാർ ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോകും. പൊള്ളാച്ചിയോ അതിരമ്പള്ളിയോ അല്ലെങ്കിൽ കൂടുതൽ കുട്ടിക്കാനാണ് ഞങ്ങൾ പോകണം. വാഗമൺ, കുട്ടിക്കാനം. കൊച്ചിയിലെ കൂട്ടുകാരിൽ സിനിമാക്കാരുണ്ടോ? സിനിമാക്കാരില്ല. സുലൈമാൻ വാച്ച് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്, അങ്ങനെ കുറച്ച് പേരാണ്. സൈമൺ, അൻവർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേര്. അത് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സിനിമാക്കാർക്ക് കൂടാൻ വേണ്ടിട്ട് ഒരു ദിവസമോ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഫിലിം ഫെറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു ട്രിവാൻഡ്രത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ്. അമ്മ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. അമ്മയില് അങ്ങനെ ഗ്രൂപ്പ് വേണ്ടാന്ന് വെച്ചാൽ തോന്നുന്നു. ഓക്കെ. ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ഉള്ള മലയാള സിനിമയിലെ ഈ അടുത്ത് കണ്ടതില് ഏറ്റവും അധികം മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗംഭീരം എന്ന് തോന്നിയ ഒരു 2 സിനിമ പറഞ്ഞതാ പറയാം. അടുത്ത് കണ്ടതില് ലോക, അത് ഭയങ്കരമായിട്ട്. പിന്നെ പ്രേമലു, പിന്നെ ലാലേട്ടന്റെ തുടരും. തുടരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ? മമ്മൂക്കാടെ കുറെ പടങ്ങള്, അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമല്ലേ, മെസ്സേജ് ഒക്കെ അങ്ങനെ ചെയ്യും, ഈ പടം കണ്ടു ഗംഭീരായിട്ടുണ്ട്? അത് പണ്ട് പോലെ ആരെടുത്തും ഇല്ല. ഓക്കെ. നേരിട്ട് കണ്ടിട്ടോ? അല്ല, അതിൽ ഭയങ്കര അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാറില്ല. എന്റെ മോന്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ഒന്ന് വീണിട്ട് ഈ കാല് ഭയങ്കര പ്രശ്നമായി പോയി. ഭയങ്കര പെയിനുള്ള സമയത്ത് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഞാനിങ്ങനെ സ്റ്റിക്കില്ലാന്ന് നടന്നത്. അത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ യൂട്യൂബിലൊക്കെ വന്നപ്പം നമുക്ക് അന്ന് ചെന്നൈയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. മമ്മൂക്ക വിളിച്ച് എന്ത് പറ്റിയാടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മമ്മൂക്ക അവിടെ നിന്നിട്ട് വിളിക്കണം, എനിക്ക് അവിടെ ചെന്നൈയിലാന്ന് അറിയാം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ വീട് തുടച്ചിട്ടുണ്ടായിരുന്നു, സ്ലിപ്പായത് വീണ. അതാണല്ലേ, ഇവിടെ കംപ്ലീറ്റ് ന്യൂസ് വേറെയാ. അവിടെ എന്താ ന്യൂസ്? നിന്റെ ഭാര്യ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിന്നെ തട്ടി താഴെയിട്ടോന്നാണ് ഞാൻ കേട്ടത്. അത് ഞാൻ പറഞ്ഞു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. കൂടെ ആ സമയത്ത് വിളിക്കുമ്പോ പിഷാരടി കൂടെ ഉണ്ട്. അപ്പൊ ഈ പിഷാരടി കൂടെ ഉണ്ടാകുന്ന ഇവര് തമ്മിൽ ഈ തമാശ പറയാൻ തന്നെയാണല്ലോ. പിഷാരടി ഇലക്ഷന് നിൽക്കുന്നു, എന്തൊക്കെയുണ്ട് പ്രതീക്ഷകൾ അദ്ദേഹത്തിന്? നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആര് നിന്നാലും അവർ ജയിക്കണം എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കണേ. ഏത് പാർട്ടിയാണെങ്കിലും, അവരേത് പാർട്ടിയാണെങ്കിലും അവര് ജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിനൊരു സുഖമാണ്. കൂട്ടുകാരെ ആരെങ്കിലും അല്ലെങ്കിൽ പൊതുവെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഈ കൂട്ടുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരനാണ് നീ, അങ്ങനെ അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ടോ? അതിനൊക്കെ ചെറിയ രീതിയിലൊക്കെ പറയാറുണ്ട്. വിനയൊക്കെ ഞാൻ കുറെ കാലമായിട്ടോ ഇങ്ങനെ സിനിമ ലെവലേശമില്ലാത്തൊരു സിനിമാക്കാരനോട് സംസാരിച്ചിട്ട്. സത്യമായിട്ടോ ഇങ്ങനെ ആളുകൾ പറയുമല്ലോ ഇപ്പൊ സിനിമയിലൊന്നും കാണാറില്ലല്ലോ, ഇപ്പൊ എന്താ സിനിമ ചെയ്യാത്ത? അപ്പൊ എന്തെങ്കിലും രീതിയിലൊരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അവസരം ഇത്രയും കാലം വെറുതെ വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. കാരണം നല്ല കത്തിങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് സിനിമ പിന്നെ വീണ്ടും 13 വർഷത്തിൽ ഞാൻ ആ കൂടെ ചെയ്തത് സേതുരാമയ്യറ. അതും എനിക്ക് മമ്മൂക്ക അവിടെ പറഞ്ഞ് വിളിപ്പിച്ചാന്ന് തോന്നണം, സേതുരാമയ്യർ. അതിനുശേഷം പിന്നെ ചെയ്യുന്ന ഹരിഹർനഗർ പാർട്ട് 2 വന്നപ്പം അവര് വിളിച്ചപ്പം പിന്നെ അത് നമുക്ക് ചെയ്യാതിരിക്കണം, മോശമല്ലേ. നമ്മള് ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ട് ആ സമയം ചെയ്തപ്പോ പിന്നെ കുറെ പടങ്ങൾ വന്നു. മേരിക്കുഞ്ഞാട്, മേക്കപ്പ് മാൻ, ചൈന ടൗൺ, ഉത്തര സ്വയംവരം, കുറെ പടങ്ങൾ ആ ഒരു കൊല്ലം കൊണ്ട് കുറെ പടങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ ബിസി ആയിട്ടൊന്ന് പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ എന്നെ വിളിക്കണത് കോവിഡിന് മുമ്പ് ഡിങ്കൻ എന്ന് പറഞ്ഞ പടത്തില് പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കണം, 3D പടം വിളിച്ചപ്പോ ഞാൻ സിനിമയിലൊന്നും ഇല്ലല്ലോ, ഞാൻ പോവാറില്ല. അല്ല, റാഫി സാർ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു.
എല്ലാവരും ഈ പടത്തിൽ 3D ആണ്, എല്ലാവരും ഇങ്ങോട്ടൊരു വേഷം താന്ന് പറഞ്ഞാൽ നിങ്ങളത് ആലോചിക്കട്ടാ, ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വിളിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തായ്ലാൻഡിൽ പോയി ഞങ്ങൾ ഒരു മാസം വർക്ക് ചെയ്തു. പക്ഷെ എന്തോ അത് നിന്നുപോയി. അതെനിക്ക് തോന്നുന്നു അത് വന്നാലും ഞാൻ പിന്നെയും തിരക്കിലോട്ട് വന്നേന്ന്. നല്ല വേഷം അതിൽ, നല്ല വേഷം. ഞാനും ചേർത്തല ജയനുമാണ് അതിൽ കോമ്പിനേഷൻ വന്നത്. ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തായ്ലാൻഡിലോട്ട് പോണാണ് ഈ ഡിങ്കനെ കണ്ടുപിടിക്കാൻ. പക്ഷെ രസമായിരുന്നു അത്. ദിലീപ് ഭയങ്കര റോളാട്ടാ, നന്നായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അത്. എന്തായാലും ഇനി സിനിമകൾ മലയാള സിനിമയിൽ സംഭവിക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു പ്രതാപത്തോട് കൂടിയിട്ട് അപ്പഹാജെ കാണാനാവട്ടെ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയം തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.